സർക്കാർ ഉദ്യോഗസ്ഥരുടെ പഞ്ചിങ് ടൈമിംഗിന്റെ കാര്യത്തിലെ അപാകതകൾക്കെതിരെ ഒരു റിട്ടേൺ ഹർജി ഫയൽ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. കളക്ടർ ശാലിനിയിൽ നിന്ന് തുടങ്ങാന്ന് വെച്ചു. ശിക്ഷാ നടപടികൾക്കാണെങ്കിൽ കേരളത്തിലെ സകല സർക്കാർ ഓഫീസുകളും നിശ്ചലമാക്കാൻ തന്റെ ഈ ഒറ്റ ഹർജിക്ക് കഴിയും. കാരണം എല്ലാവരുടെയും ഓഫീസ് ടൈം 10:11 മണിയാ. പിന്നെ വന്നിരുന്ന് കുടുംബവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളും കഴിഞ്ഞ് ഫയല് തുറക്കുമ്പോ സമയം 12 ആവും. പിന്നെ ആ ഫയൽ അടയ്ക്കുമ്പോ ഉച്ച ഊണിനുള്ള സമയമാകുമെന്നായിരിക്കും താൻ ഇനി പറയാൻ പോകുന്നത്. ഞാൻ വന്നത് അതിനൊന്നുമല്ല, തന്റെ അച്ഛന്റെ കേസിനെ കുറിച്ച് പറയാനാ. ഒരാളെ കൂടി ഇപ്പൊ പിടിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നു. തനിക്കറിയാലോ എന്റെ കാര്യങ്ങളൊക്കെ. 100,000 പ്രശ്നങ്ങൾക്കിടയില അച്ഛന്റെ വക ഇപ്പൊ ഇങ്ങനൊരു കേസ് ഉണ്ടായിരിക്കുന്നത്. ഇത് വലിയ രീതിയിൽ മീഡിയക്കാരിട്ട് കളിക്കാത്തതുകൊണ്ട് മാനം പോയില്ല. തൊണ്ടി മുതലോട് കൂടിയാ അച്ഛനെ പിടിച്ചിരിക്കുന്നത്. അത് നമുക്കൊരു പോരായ്മയാ. ഇതിപ്പോ ജാമ്യം കിട്ടാൻ പ്രയാസം ഉണ്ടാവോ? കോടതിയിൽ ഹാജരാക്കട്ടെ, എന്നിട്ട് നമുക്ക് പിന്നെ ജാമ്യത്തിന് മൂവ് ചെയ്യാം. പിന്നെ ഞാൻ വന്നത് മറ്റൊരു കാര്യം കൂടി ചോദിച്ചറിയാനാ. ആ ശിശുക്ഷേമ വകുപ്പിൽ ഒരു കാര്യം ചോദിച്ചറിയാൻ പറഞ്ഞിരുന്നു. എന്തെങ്കിലും രീതിയിൽ ഒരു നീക്കുപോക്ക് നടത്തിയിരുന്നോ? അത് നാളെ അവിടെ ചെല്ലണം. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞു റെഡിയാക്കിയിട്ടുണ്ട്. പോയി അവിടെ സൂപ്രണ്ടിനെ ഒന്ന് കണ്ടാ മതി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശാലിനിയുടെ സമയം മെനക്കെടുത്തുന്നില്ല. ബാക്കിയെല്ലാം ഞാൻ ഫോണിൽ പറയാം. ഓക്കെ അരുണ. അച്ഛനോടും അമ്മയോടും എല്ലാവരോടും എന്റെ അന്വേഷണം അറിയിക്കണം. എസ്പെഷ്യലി യുവർ മൂർത്തി. ഓക്കെ ശാലിനി, എല്ലാവരോടും അന്വേഷണം പറഞ്ഞോളാം. പോരെ? ശരി. ഹലോ രേഷ്മ. ശാലിനി എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു, അതാ മെസ്സേജ് ചെയ്ത്. ഞാനേ കോയമ്പത്തൂരായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ? ഉണ്ട്. ഞാനൊരു കാര്യം അറിഞ്ഞു. അതപ്പ തന്നെ ചോദിക്കണമെന്ന് തോന്നി, അതാ വിളിച്ചത്. എന്താ അറിഞ്ഞത്? ഇതിപ്പം ഇതറിഞ്ഞപ്പോ മുതല് ഞാൻ വളരെ കൺഫ്യൂസ്ഡാ.